ഗൈസ്, എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നോ? ഇന്ന് ഞാൻ ഇവിടെ ഒരു ബീഫ് കബാബാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ ബാക്ക് യാർഡിലോട്ട് വന്നിരിക്കുവാണ്. എൻ്റെ ബാക്ക് യാർഡിൽ നിന്ന് കുറച്ച് കരിയാപ്പലയൊക്കെ പറിച്ചുകൊണ്ട് വരട്ടെ. ഇച്ചിരി കരിയാപ്പല ഞാൻ ഇതിൻ്റെ അകത്തുനിന്ന് പറിച്ചെടുക്കുവാണ്. അതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാ കുറച്ച് കരിവേപ്പില പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി 2 പച്ചമുളകും കൂടെ പറിച്ചെടുക്കാൻ പോവാണ്. ഇതെല്ലാം കൂടെ ചേർത്ത് അരച്ചിട്ടാണ് ഞാൻ ഇത് തയ്യാറാക്കുന്നത്. അപ്പം പച്ചമുളകും കരിവേപ്പിലയും ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അടുക്കളയിലേക്ക് പോവാണ്. എന്നിട്ട് ഞാൻ ബീഫ് തയ്യാറാക്കി എടുക്കാൻ പോവാണ്. നമുക്ക് നോക്കാം അതെങ്ങനെയാണ് തയ്യാറെടുക്കുന്നത്. ലെറ്റ്സ്. ഞാൻ ഇതാ നമ്മുടെ ബീഫ് കബാബ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എടുത്തിരിക്കുന്ന സാധനങ്ങൾ 1.5 കിലോ ബീഫ് ഞാൻ കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കിയത്. അതാ ഇത്രയും വലിപ്പത്തിൽ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് എടുത്തിരിക്കുന്നത് ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഇത് ഞാനൊന്ന് അരിഞ്ഞതാണ്. പിന്നെ ഒരു 5-6 വെളുത്തുള്ളി, ഒരു കൈ കറിവേപ്പില, 2 പച്ചമുളക്, മല്ലിയില. ഇത്രയും സാധനങ്ങൾ ഞാൻ അരച്ചാണ് ഇതിലേക്ക് ചേർക്കുന്നത്, ബീഫിലേക്ക് ചേർക്കുന്നത്. പിന്നെ ഞാൻ ഒരു 5 ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ 1.5 ടേബിൾ സ്പൂൺ എരിയുള്ള മുളക് പൊടി എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ഇത് ഗരം മസാല പൗഡറാണ്. 1 ടേബിൾ സ്പൂൺ ഗരം മസാല പൗഡർ എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി, ജസ്റ്റ് ഓപ്ഷണലാണ്. പിന്നെ ഞാൻ അതിലേക്ക് എടുത്തിരിക്കുന്നത് നമ്മുടെ പെരുംജീരകമാണ്. അതൊരു 1.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഒരു 4-5 ഗ്രാമ്പു എടുത്തിട്ടുണ്ട്. 2-3-4 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചെറിയ ജീരകം ഞാൻ 1.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ 2 ടേബിൾ സ്പൂൺ മല്ലി എടുത്തിട്ടുണ്ട്. മുഴുവനായിട്ടുള്ള മല്ലിയാണ്. ഈ ഇത്രയും സാധനങ്ങൾ ഞാനൊന്ന് വറുത്തിട്ട് ഇത് പൊടിച്ചെടുത്തിട്ടാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അത് ഞാൻ പുറകെ കാണിച്ചു തരാം. പിന്നെ ഇത്രയും പൊടികളും കൂടാണ് ചേർക്കുന്നത്. ഈ തൈരും എല്ലാം കൂടെയാണ് ചേർക്കാൻ പോകുന്നത്. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് ഇത് കുരുമുളക് പൊടിയാണ്. ഇത് ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും സാധനങ്ങൾ ചേർത്താണ് ഇതൊന്ന് മാരിനേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് എടുത്ത് അരച്ചെടുത്തുകൊണ്ട് വരട്ടെ. അപ്പം ബാക്കി കാര്യങ്ങൾ പിന്നീട് കാണിക്കാം. ഞാൻ ബീഫ് ടീക്കയ്ക്ക് വേണ്ടിയിട്ട് ഞാനിതാ നമ്മുടെ പച്ചമുളകും കരിവേപ്പിലയും എല്ലാം കൂടെ അരച്ചെടുത്തുകൊണ്ട് വന്നതാണിത്. അത് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എൻ്റെ കയ്യിൽ ഇത്രയും ബീഫ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയും സ്പൈസസും എല്ലാം ചേർത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ കുറച്ചാണെങ്കിൽ അത്രയും അതിൻ്റെ അനുസരിച്ച് അളവിലെടുത്താൽ മതി. പിന്നെ ഞാൻ ആ എടുത്ത് വെച്ചിരുന്ന വറ്റൽമുളകും മല്ലിയും എല്ലാം കൂടെ പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഞാനിതൊന്ന് വറുത്താണ് പൊടിച്ചെടുത്തേക്കുന്നത്. പൊടിച്ചെടുക്കുവാണെങ്കിൽ ഒരു നല്ല മണം കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. പിന്നെ ഞാൻ കുരുമുളക് ഇതിൻ്റെ അകത്തൊക്കെ എടുത്തിട്ടുണ്ട്. ഇതും കൂടെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് തൈരും കൊടുത്തു. പിന്നെ എടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ലെമൺ ജ്യൂസും ഉപ്പും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പം നാരങ്ങയും കൂടി ചേർത്ത് കൊടുത്തു. ഇനി ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തു. ഉപ്പ് നമുക്കല്ലെങ്കിൽ പിന്നെ നോക്കിയിട്ട് ബാക്കി ചേർത്താൽ മതി. അപ്പം ഇതെല്ലാം കൂടി ഞാനൊന്ന് കൈ കൊണ്ട് തന്നെ മാരിനേറ്റ് ചെയ്തെടുക്കുവാണ്. ഇത് ഞാൻ ഓവൻ്റെ അകത്ത് വെച്ചും അങ്ങനെയൊന്നും അല്ല ഇത് ചെയ്തെടുക്കുന്നത്. പാനിൻ്റെ അകത്ത് തന്നെ വെച്ചിട്ടാണ് ഈ ബീഫ് ടീക്ക തയ്യാറാക്കി എടുക്കുന്നത്. ഗ്രില്ലിലൊന്നും വെക്കുന്നില്ല. ഗ്രില്ലിൽ വെക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്തെടുക്കാം. പക്ഷേ
അങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തേക്ക് അതിൻ്റെ ആ ജ്യൂസും നമ്മൾ ചേർത്തിരിക്കുന്ന ആ മസാലയും എല്ലാം അതിൻ്റെ അടിയിൽ കൂടെ ആ ഗ്രില്ലിൻ്റെ അകത്തോട്ട് അങ്ങ് താപ്പോട്ട് പോകും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാത്തത്. ഓവൻ്റെ അകത്ത് വെക്കുന്ന ഉടനെ ആണെന്നുണ്ടെങ്കിലും ഇത്രയും ടേസ്റ്റ് വരത്തില്ല. നമ്മൾ ഓവനൊന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അങ്ങ് ചെയ്താൽ മതി. എല്ലാവർക്കും ഇത് തന്നെ ആയിരിക്കും വളരെ ഈസി. അപ്പോൾ നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് നന്നായി എടുത്തിട്ട് ഒരു 2 മണിക്കൂറത്തേക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഞാൻ ഇത് ബീഫ് ടിക്ക ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഞാനിതാ നമ്മുടെ ബീഫ് ഇവിടെ 2 മണിക്കൂർ വെച്ച് കഴിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഓരോ പീസസ് എടുത്തിട്ട് ഇങ്ങനെ ഒരു കമ്പയിലോട്ട് ഇതൊന്ന് കുത്തി ഇങ്ങനെ വെച്ച് ആണ് ഇത് എടുക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഉള്ളിയോ ബെൽ പെപ്പറോ എന്ത് വേണേലും വെച്ച് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വെച്ച് കൊടുക്കാം. അപ്പം ഇതെല്ലാം ഞാൻ ഈ കമ്പയിലോട്ട് നമ്മൾ കുത്തിയെടുത്ത് സവോളയും എല്ലാം കൂടി വെച്ച് ബീഫും അങ്ങനെ ഓരോ പീസായിട്ട് വെച്ച് നമുക്കിങ്ങനെ ഈ കമ്പൊന്ന് നിറച്ചെടുത്തിട്ട് പാനിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കാം. അങ്ങനെ ഇത്രയും പീസസ് ഞാൻ ഇതിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് ഓരോ പീസസും നമുക്ക് ഈ പാനിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് കമ്പിന് നീളമാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അറ്റം ഒന്ന് ശകലം മുറിച്ചിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കാം. നമുക്ക് കൈ കൊണ്ട് പിടിച്ചെടുക്കത്തക്ക രീതിയിൽ അതിൻ്റെ നീളം അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. അങ്ങനെ നമുക്ക് ഞാനിതെല്ലാം ഒന്ന് ഇതിലേക്ക് വെച്ച് കൊടുക്കട്ടെ. ഇതാ ഞാനിവിടെ ബീഫിൻ്റെ പീസസ് എല്ലാം പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 4 കമ്പിൽ കുത്തിയിട്ടാണ് ഞാനിത് ഇതിലേക്ക് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് നിങ്ങൾക്ക് ബെൽ പെപ്പറൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ഈ 4 പീസസ് ഇതിനകത്ത് ചേർത്തുള്ളൂ. ഇത് ഞാൻ ഒരു 20 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു ചെറിയ തീയിൽ ഒരു ചെറിയ തീ മുതക്ക ഒരു മീഡിയം തീ വരെ വെച്ചിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. 20 മിനിറ്റ് ഇതിങ്ങനെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്ക് അതിൻ്റെ അകത്തെ വെള്ളമൊക്കെ ഇറങ്ങി ഒന്ന് നന്നായി ഒരു കുറച്ചൊക്കെ ഒന്ന് കുക്കായിട്ട് വരും. അപ്പം അത് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ഇടയ്ക്ക് നിങ്ങളൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പം 20 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഇതൊന്ന് തുറന്ന് നോക്കും. അപ്പം മറക്കരുത്, അതിൻ്റെ ഇടയ്ക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. 2 സൈഡും ഒന്ന് ചെറുതായിട്ട് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഞാനിവിടെ ബീഫ് ഒരു 20-25 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനിതൊന്ന് തുറന്ന് നോക്കുവാണ്. 2 സൈഡും തിരിച്ചിട്ടിട്ട് ഇങ്ങനെ ആയിട്ടുണ്ട്. ഇത് വെന്തിട്ടുണ്ട്, ഞാൻ നോക്കിയായിരുന്നു. അങ്ങനെ നമ്മുടെ ബീഫ് കബാബ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റാൻ പോവാണ്. ഇതങ്ങനെ നമ്മുടെ അടിപൊളി കബാബ്, ബീഫ് കബാബ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ, നല്ല ടേസ്റ്റിയുമാണ്. നിങ്ങളുടെ കയ്യിൽ ഈ കമ്പില്ലെന്നുണ്ടെങ്കിൽ ഇത് ഓരോ പീസസ് ആയിട്ട് പാനിൻ്റെ അകത്ത് നിരത്തി വെച്ച് അങ്ങനെ അടച്ച് വെച്ച് കുക്ക് ചെയ്ത് എടുക്കാം. ഇതിൻ്റെ ലാസ്റ്റിലായിട്ട് ഒരു ശകലം എണ്ണയും കൂടെ തൂവി കൊടുക്കണം. അപ്പം അതൊരു നല്ല ക്രിസ്പി ആകാൻ വേണ്ടിയിട്ട് നല്ലതാണ്. അപ്പം ഇതെല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പം അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് ഞാൻ വരാം. താങ്ക് യു.